ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്ത. നോട്ട് പ്രതിസന്ധി തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നും പ്രധാനപ്പെട്ട വാർത്തയായി പത്രലോകം നമുക്ക് തരുന്നത്. ആ പ്രശ്നം പാർലമെൻറ്റിൻ്റെ 5-ാം ദിവസവും ഇന്നലെയും വലിയ പ്രതിഫലനം പാർലമെൻറ്റിൽ ഉളവാക്കി. ഇന്നലെ കേരള നിയമസഭ അതുമായി ബന്ധിപ്പിച്ച് പ്രത്യേക സമ്മേളനം കൂടി ഒരു പ്രമേയം പാസ്സാക്കുകയും ചെയ്തു. ആ നിലയ്ക്ക് ബാങ്കുകളിൽ നിന്നാരംഭിച്ച് മോദിയിൽ നിന്നാരംഭിച്ച് ബാങ്കുകളിലെത്തി ക്യൂകളിലൂടെ പ്രകാശിപ്പിക്കപ്പെട്ട പ്രമേയം ഇപ്പോൾ പാർലമെൻറ്റിലും നിയമസഭയിലുമൊക്കെ വലിയ രാഷ്ട്രീയ വിവാദത്തിൻ്റെ കാരണമായി തീർന്നിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 140 MLA-മാരിൽ BJPക്കുള്ള ഏക MLA ഒ രാജഗോപാൽ ഒഴിച്ച് എല്ലാ വിഭാഗവും ഭരണകക്ഷിക്ക് പിന്നിൽ അണിനിരന്ന് ഒറ്റക്കെട്ടായി കേന്ദ്രത്തിൻ്റെ ഈ നടപടി, ലക്ഷ്യരഹിതമായ ഈ നടപടിയുണ്ടല്ലോ, ആ നടപടിക്കെതിരെ നിലപാടെടുക്കുകയും ചെയ്തു. ഇന്നലത്തെ ആ സംഭവഗതികൾ വാർത്തയാക്കിയിരിക്കുന്നു ദേശാഭിമാനി. ഇന്ന് കാണുക അതിൻ്റെ ലീഡ് വാർത്ത. സഹകരണ പ്രതിസന്ധി, കേന്ദ്രം പിന്മാറണം. നിയമസഭ പാസാക്കിയ പ്രമേയത്തിൻ്റെ ഉള്ളടക്കമാണ് ദേശാഭിമാനി ലീഡ് വാർത്തയാക്കി തരുന്നത്. കേന്ദ്ര നീക്കം അംഗീകരിക്കാനാകില്ല ഇന്നലെ മുഖ്യമന്ത്രി മുതൽ എല്ലാ പാർട്ടി നേതാക്കളും പ്രസംഗിക്കുകയുണ്ടായി. ഒ രാജഗോപാൽ ഒഴിച്ച് സാമ്പത്തിക അരാജകത്വം സൃഷ്ടിക്കുന്നു ഇന്ത്യയിലുടനീളം ഈ നോട്ട് പരിഷ്കാരം, ഇതിനെ ഒറ്റക്കെട്ടായി ചെറുക്കും. ഒ രാജഗോപാലിൻ്റെ ഭേദഗതി തള്ളുകയും ചെയ്തു. ഇന്നലെ ദേശാഭിമാനി ആ വാർത്തയുടെ വിശദാംശങ്ങൾ തരുന്നത് കാണുക. ദിലീപ് മലയാലപ്പുഴയാണ് അത് എത്തിക്കുന്നത്. കേരളത്തിൻ്റെ ജീവനാഡിയായ സഹകരണ മേഖല സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടാകുമെന്നും ഒരു മനസ്സോടെ പോരാടുമെന്നും സംസ്ഥാന നിയമസഭ. രാജ്യത്തിന് ആകെ മാതൃകയായ സഹകരണ മേഖലയെ തകർക്കുന്ന നടപടികളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് നിയമസഭ ആവശ്യപ്പെട്ടു. അസാധുവായ നോട്ടുകൾ സ്വീകരിക്കുന്നതിനും മാറ്റിയെടുക്കുന്നതിനും എല്ലാ സഹകരണ സ്ഥാപനങ്ങൾക്കും അനുമതി നൽകണമെന്ന് സഭ അംഗീകരിച്ച പ്രമേയത്തിൽ അഭ്യർത്ഥിച്ചു. സഹകരണ മേഖലയെ ദുർബലപ്പെടുത്താനുള്ള നീക്കം അംഗീകരിക്കാനാകില്ല എന്നും നിയമസഭ വ്യക്തമാക്കി. നോട്ട് അസാധുവാക്കൽ നടപടിയുടെ മറവിൽ സഹകരണ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന കേന്ദ്ര നടപടി ചർച്ച ചെയ്യാനാണ് ചൊവ്വാഴ്ച പ്രത്യേക നിയമസഭാ സമ്മേളനം ചേർന്നത്. അത് 4 മണിക്കൂർ സഭ ചർച്ച ചെയ്തു. 4 മണിക്കൂർ ചർച്ച ചെയ്ത ശേഷം അവതരിപ്പിച്ച പ്രമേയത്തിൻ്റെ പ്രധാന ഉള്ളടക്കമാണ് ഇപ്പോൾ ദേശാഭിമാനി ഇന്ന് അതിൻ്റെ ലീഡ് വാർത്തയിലൂടെ തന്നിരിക്കുന്നത്. സർവകക്ഷി സംഘം പോകാൻ, നിവേദന സംഘം പോകാൻ തീരുമാനമെടുത്തിരുന്നുവല്ലോ. ആ സർവകക്ഷി സമ്മേളനം നാളെ 24-ാം തീയതി ദില്ലിയിലേക്ക് പോകും. കേരളത്തിലെ സഹകരണ മേഖല നേരിടുന്ന പ്രതിസന്ധി കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താനായി സർവകക്ഷി നിവേദക സംഘം വ്യാഴാഴ്ച നാളെ ദില്ലിക്ക് പോകും. പ്രധാനമന്ത്രി, ധനമന്ത്രി അടക്കമുള്ള എല്ലാവരെയും ഇതുമായി ബന്ധിപ്പിച്ച് ദില്ലിയിൽ സർവകക്ഷി നിവേദക സംഘം കാണുകയും ചെയ്യും. ആ വാർത്തയും ദേശാഭിമാനി ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു. പ്രമേയത്തെ എതിർത്ത ഏക അംഗം BJPയുടെ രാജഗോപാൽ മാത്രം ആണ്. അതും പ്രധാന വാർത്തയായി ഈ പത്രങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ സഹകരണ പ്രസ്ഥാനത്തിൽ നിന്നുള്ള എതിർപ്പ് കേരളത്തിൽ നിന്ന് മാത്രമല്ല വരുന്നത്. വലിയ എതിർപ്പാണ് ഗുജറാത്ത് സഹകരണ മേഖലയിൽ നിന്ന് മോദി നേരിടേണ്ടി വന്നിരിക്കുന്നത്. അതും വിചിത്രമാണ് എന്ന് പറയാതെ വയ്യ. ഗുജറാത്തിൽ മോദി പ്രഭാവം വളരെ വലുതാണ് എന്ന് നമുക്കറിയാം. എന്നിട്ടും ഗുജറാത്തിലെ ഗ്രാമീണർ അവർക്ക് ലഭിക്കാവുന്ന വണ്ടികളിൽ പറ്റമായി വന്ന് അവർ ഉൽപ്പാദിപ്പിച്ച വിഭവങ്ങൾ, പാല് മുതൽ ഗോതമ്പ് വരെയുള്ള വിഭവങ്ങൾ തെരുവിലിട്ട് നശിപ്പിച്ചുകൊണ്ടാണ് മോദിയുടെ ഈ നയത്തിനെതിരെ പ്രതിഷേധിച്ചത്. അതുകൊണ്ടും തീർന്നില്ല. അവരുടെ പ്രതിഷേധ യോഗത്തിൽ അവരുടെ പ്രിയങ്കരനായ, ഒരു കാലഘട്ടത്തിൽ അവരുടെ പ്രിയങ്കരനായിരുന്ന മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം അവരവതരിപ്പിക്കുകയും മോദി മുഖം മൂടി അതിനെ ധരിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം മോദി മുഖം മൂടിയിൽ ഗ്രാമീണരായ പഴിച്ച് പട എന്നടിക്കുന്നതിൻ്റെ
ദൃശ്യം മാത്രമല്ല, ചലിക്കുന്ന ചിത്രം തന്നെ ഇന്നലെ ഫേസ്ബുക്കിൽ ധാരാളമായി വരികയുണ്ടായി. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ വിമോചകൻ എന്ന് വിചാരിച്ചിരുന്ന നേതാവിനെ തന്നെ തെരുവിൽ ചവിട്ടി തേക്കുകയും അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ മുഖത്ത് തങ്ങളുടെ ചെരിപ്പൂരി അടിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഗുജറാത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നു എന്ന് നാം ഓർക്കണം. അത്തരമൊരു സാഹചര്യത്തിൽ നരേന്ദ്രമോദിക്കും ഊർജിത് പട്ടേലിനുമൊക്കെ ഇതേ സംബന്ധിച്ച് പുനഃപരിശോധന നടത്താൻ നിർബന്ധമാകുന്ന ഒരന്തരീക്ഷം ഉണ്ടാകുന്നു. സഹകരണ ഇന്ത്യയുടെ ഈ മുഖം ഭരണക്കാരെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിൻ പുറത്ത് പണം എത്തിക്കാനുള്ള ശ്രമങ്ങൾ മോദി ആരംഭിച്ചു. ഇന്നലെ തന്നെ അതിൻ്റെ വാർത്തയുണ്ടായിരുന്നു. നബാർഡിൻ്റെ സഹായത്തോടെ നാട്ടിൻപുറങ്ങളിൽ സഹകരണ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പണം കർഷകർക്ക് എത്തിക്കാനുള്ള ശ്രമത്തിനെ സംബന്ധിച്ച വാർത്ത. 35,000 കോടി രൂപ ചിലവിടുന്ന വാർത്ത. എന്നാൽ നബാർഡ് വഴി ഓരോ ജില്ലാ ബാങ്കിനും 23,000 കോടി രൂപ നൽകുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. എന്നു മാത്രമല്ല, സഹകരണ മേഖലയ്ക്ക് തന്നെ കൂടുതൽ ഇളവുകൾ നൽകാനുള്ള പരിചിന്തനത്തിലേക്ക് കൂടി കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നു എന്നർത്ഥം. എല്ലാം ആലോചിച്ച് മിടുക്കരിൽ മിടുക്കന്മാരായ ആളുകളെ അണിനിരത്തിക്കൊണ്ടാണ്, അവരുടെ ഉപദേശം തേടിക്കൊണ്ടാണ് നരേന്ദ്രമോദി ഈ കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചത് എന്നൊക്കെ ആദ്യം 9-ാം തീയതിയൊക്കെ പറയുകയുണ്ടായി. എന്നാൽ ഇപ്പോഴവസ്ഥ എന്താ? ഓരോ ഘട്ടങ്ങൾ കഴിയുന്തോറും ഗൗരവതരമായ പഠനങ്ങളൊന്നും ഇതേ സംബന്ധിച്ചില്ലായിരുന്നു എന്ന് കൂടുതൽ വ്യക്തമാകുന്നു. അതുകൊണ്ട് തന്നെ സഹകരണ പ്രസ്ഥാന രംഗത്ത്, പ്രത്യേകിച്ച് ഗുജറാത്തിൽ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഗുജറാത്താണെന്ന് ആലോചിക്കണം. ഗുജറാത്തിൽ നിന്ന് ഉയർന്നു വന്ന പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിൽ എടുത്ത നടപടി കർശനമായി പോയി, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ ചിന്തയൊന്നുമില്ല എന്ന് ഇന്ത്യ മനസ്സിലാക്കിയ സാഹചര്യത്തിൽ അതേ സംബന്ധിച്ച് പുനഃപരിശോധന ആവശ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് മോദി തന്നെ നീങ്ങാൻ നിർബന്ധിതമായിരിക്കുന്നു. നാട്ടിൻപുറത്തിൽ സഹകരണ പ്രസ്ഥാനത്തിലൂടെ പണമെത്തിക്കാൻ തീരുമാനിക്കുന്നു. ഒന്ന്, സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ഏൽപ്പിച്ച വിലക്കുകളുടെ മേൽ ഇളവ് നൽകാനും തീരുമാനിക്കുന്നു. സഹകരണ ബാങ്കിൽ 2 കോടിയിലധികം മലയാളികൾ നിക്ഷേപിച്ച പണമുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ സാമ്പത്തിക പ്രവർത്തനം, ഇക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്നത് സഹകരണ മണ്ഡലത്തിലൂടെയാണ്. 2 കോടിയിൽ ഏറെ വരുന്ന ബഹുജനങ്ങളുടെ പിന്തുണയുള്ള പ്രസ്ഥാനം 1,27,000 കോടി രൂപയുടെ നിക്ഷേപം, 40 ലക്ഷം കോടിയുടെ ടേൺ ഓവർ തുടങ്ങിയ വലിയൊരു സ്ഥാപനമാണ് സഹകരണ പ്രസ്ഥാനമെന്ന് നമുക്കറിയാം. ആ സഹകരണ പ്രസ്ഥാനത്തിൽ സഹകാരികളെ വിശ്വസിച്ച്, സർക്കാരിനെ വിശ്വസിച്ച് പണം നിക്ഷേപിച്ച ലക്ഷോപലക്ഷം ആളുകളുണ്ട്. അവരുടെ ഒരു ചില്ലിക്കാശ് പോലും നഷ്ടപ്പെടില്ല സഹകരണ മണ്ഡലത്തിൽ നിക്ഷേപിച്ച ഇതിൻ്റെ ഭാഗമായി എന്ന് അവർക്ക് ഉറപ്പു നൽകുന്നു. നിയമസഭാ തലത്തിൽ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ആ വാർത്ത മാതൃഭൂമി ലീഡാക്കിയിരിക്കുന്നു. നിയമസഭാ സമ്മേളന വാർത്തയുടെ ഭാഗമായി കാണുക. സഹകരണ നിക്ഷേപങ്ങൾ സുരക്ഷിതം എന്ന് മുഖ്യമന്ത്രി. ചില്ലിക്കാശ് നഷ്ടപ്പെടില്ല. ഏകദേശം സമാന സ്വഭാവത്തിലുള്ള ശീർഷകം മംഗളമെന്ന പത്രവും ഈ കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. ചില്ലിക്കാശ് നഷ്ടപ്പെടില്ല. കേന്ദ്രത്തിനെതിരെ നിയമസഭയുടെ പ്രമേയം. സർവകക്ഷി സംഘം നാളെ ദില്ലിക്ക്. ഒരുമിച്ചുള്ള പോരാട്ടത്തിന് തയ്യാറെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇടപാടുകാർക്ക് ചെക്ക് നൽകാമെന്ന് മന്ത്രി ഐസക്. വിയോജിച്ച് രാജഗോപാലിൻ്റെ രൂക്ഷ വിമർശനം. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ. സഹകരണ നിക്ഷേപത്തിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ആർക്കും ആശങ്ക വേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആർക്കും ചില്ലിക്കാശ് പോലും നഷ്ടപ്പെടില്ല. സർക്കാർ ഗ്യാരണ്ടി നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇടപാടുകാരുടെ ആവശ്യങ്ങൾ സാധിക്കാൻ ചെക്ക് നൽകാം എന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. കള്ളപ്പണ നിക്ഷേപമുണ്ട് എന്ന് സംശയമുള്ള ഏത് സഹകരണ സ്ഥാപനങ്ങളിലും എൻഫോഴ്സ്മെൻറ്റ് പരിശോധിക്കാം എന്നും മുഖ്യമന്ത്രി സഭാതലത്തിൽ തന്നെ പ്രസ്താവിച്ച കാര്യം മാതൃഭൂമി അതിൻ്റെ ലീഡ് വാർത്തയിലൂടെ നമ്മോട് ഇന്ന് പറയുന്നു.
നോട്ട് വിവാദം പാർലമെൻറ്റിൽ 5-ാം ദിവസം ഇന്നലെ കടക്കുമ്പോൾ പാർലമെൻറ്റിനെ സംബന്ധിച്ച ചിത്രം വളരെ വിശദമായി തന്നെ നമുക്ക് പത്രങ്ങളിൽ നിന്ന് തരുന്നു. നോട്ട് വിവാദം 5-ാം ദിനവും പാർലമെൻറ്റ് സ്തംഭിക്കുകയാണ് ഉണ്ടായത്. കാണുക, സിറാജ് എന്ന പത്രം അതിൻ്റെ പൊതുവാർത്താ പേജിൽ വളരെ വിശദമായി പാർലമെൻറ്റിൻ്റെ ആ ചിത്രം വരച്ചു കാണിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: നോട്ട് വിഷയത്തിലുടക്കി തുടർച്ചയായി 5-ാം ദിവസവും പാർലമെൻറ്റ് പ്രതിഷേധത്തെ തുടർന്ന് തടസ്സപ്പെട്ടു. ലോക്സഭ ചേർന്നയുടൻ പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളി ഉയർന്നു. പ്രധാനമന്ത്രി സഭയിൽ ഹാജരാകണമെന്നും രാജ്യം നേരിടുന്ന പ്രതിസന്ധിക്ക് മറുപടി പറയണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഇതേ BJPയുടെ ആഭിമുഖ്യത്തിൽ മാസങ്ങളോളം പാർലമെൻറ്റ് സ്തംഭിപ്പിച്ച അവസ്ഥ 2G സ്പെക്ട്രം അഴിമതിയുടെ കാലഘട്ടത്തിൽ നാം കണ്ടതാണ്. എല്ലാ പ്രതിപക്ഷങ്ങളും ഒന്നിച്ചു നിന്നാണ് അത് ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോൾ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നു. ഇവിടെ പ്രധാനമന്ത്രി എവിടെ എന്നാണ് MP-മാർ ചോദിക്കുന്നത്. അദ്ദേഹം തിരശീലയ്ക്ക് പിന്നിൽ, അദ്ദേഹത്തിൻ്റെതായ ജാള്യതയുടെ തിരശീലയ്ക്ക് പിന്നിൽ ഒളിച്ചുകളി തുടരുകയാണ്. പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ വരണം. വന്നതിന് ശേഷം ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും പാർലമെൻറ്റിൻ്റെ സഭാതലത്തിൽ മറുപടി പറയണം, ലോക്സഭയിലോ രാജ്യസഭയിലോ. അത് കേൾക്കാതെ പ്രധാനമന്ത്രിയുടെ 5-ാമത്തെ ദിവസത്തെ ഒളിച്ചുകളിയുടെ ചിത്രമാണ് പത്രങ്ങൾ തരുന്നത്. പ്രധാനമന്ത്രി ഇന്നലെയും വന്നില്ല. അതുകൊണ്ട് അതേ മുദ്രാവാക്യം ഉയർന്നു കേൾക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഈ നോട്ട് അസാധുവാക്കൽ ഒരു തുടക്കം മാത്രമാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതൊരു തുടക്കം മാത്രമാണ്. വരാനിരിക്കുന്ന വലിയ വലിയ കാര്യങ്ങളുടെ ഒരു സ്വാഗതഗാനം മാത്രമാണ് ഇപ്പോൾ സംഭവിച്ച നോട്ട് അസാധുവാക്കൽ എന്ന് അദ്ദേഹം പാർലമെൻറ്റിലല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ടെലിവിഷനിലാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയും സിറാജ് അതേ പുറത്ത് തരുന്നു. നോട്ട് അസാധുവാക്കൽ തുടക്കം മാത്രമെന്ന് പ്രധാനമന്ത്രി. നോട്ട് അസാധുവാക്കൽ നടപടി കള്ളപ്പണത്തിനെതിരായ യുദ്ധപ്രഖ്യാപനമാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. BJP പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കാനും പ്രതിപക്ഷ പ്രക്ഷോഭങ്ങളെ ഒന്നിച്ച് പ്രതിരോധിക്കാനും പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ധാരണയായി. ഇന്നലെ BJPയുടെ പാർലമെൻ്ററി പാർട്ടി യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിൽ പ്രധാനമന്ത്രിയെ പിന്തുണയ്ക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചത്. അവിടെയാണ് പ്രധാനമന്ത്രി ഈ നോട്ട് അസാധുവാക്കൽ ഒരു തുടക്കം മാത്രമാണ് എന്ന് പറഞ്ഞത്. ഇന്നലെ അടക്കം നോക്കുമ്പോൾ ഏകദേശം 65ഓളം ആളുകൾ, 12 ബാങ്ക് ജീവനക്കാരടക്കം 65ഓളം ആളുകൾ ക്യൂവിൽ വീണ്, അല്ലെങ്കിൽ നോട്ട് അസാധുവാക്കലുമായി ബന്ധിപ്പിച്ച് പ്രത്യക്ഷമായോ പരോക്ഷമായോ അകാല ചരമം പ്രാപിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടും വണ്ണം കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അവരുടെ മരണത്തിന് അനുശോചനം രേഖപ്പെടുത്തണം പാർലമെൻറ്റ് എന്ന നിലയ്ക്കുള്ള ആവശ്യവുമൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ഭരണകക്ഷി അതൊന്നും അംഗീകരിച്ചിട്ടില്ല. ഇന്നലെ ഉത്തർപ്രദേശിൽ മരുമകളുടെ പ്രസവത്തിന് പണം ശേഖരിക്കാൻ ബാങ്കിൻ്റെ മുന്നിൽ ക്യൂ നിന്ന 65കാരനായ വൃദ്ധൻ ബാങ്ക് തുറന്ന ഉടനെ നടന്ന വലിയ ബഹളത്തിനിടയിൽ ചവിട്ടിമെതിക്ക് വിധേയനായി മരിച്ച വാർത്തയും ഇന്ന് പത്രങ്ങൾ നമുക്ക് തരുന്നു. ആ അർത്ഥത്തിൽ 65ഓളം ആളുകൾ മരിച്ചു വീണ് പിടഞ്ഞ് വീണ് കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യൻ തെരുവുകളിൽ. ബാങ്ക് ജീവനക്കാരടക്കമാണ് ഇത്തരം ഒരു ദുർവിധിയെ നേരിട്ടത്. അപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു ഇതൊരു തുടക്കം മാത്രമാണ്, അളയിലിരിക്കുന്നേ ഉള്ളൂ വലിയ വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മരണം ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല എന്ന് വേണം കരുതാൻ. മോദി അവകാശപ്പെടുന്നത് താൻ വലിയ ത്യാഗമനുഷ്ഠിച്ചു രാജ്യത്തിന് വേണ്ടി എന്നാണ്. നമുക്ക് അറിയാവുന്ന മോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന മോദിയെയാണ്. അദ്ദേഹം നേരിട്ട് മുഖ്യമന്ത്രിയാകുകയായിരുന്നു എന്നാണ് തോന്നുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് RSS പ്രചാരകനാണ്. RSS എപ്പോഴും കാതരമായ ഒരു വിശ്വാസമറയ്ക്ക് പിന്നിൽ ഒളിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് എല്ലാവർക്കും അറിയില്ല എന്താണ് നാഗ്പൂരിൽ സംഭവിക്കുന്നത് എന്ന്. അത്തരമൊരു സാഹചര്യത്തിൽ RSS പ്രവർത്തകനായ മോദിയെക്കുറിച്ച് ഗൗരവതരമായ അറിവൊന്നും ഉണ്ടാവില്ല. BJPയുടെ സെക്രട്ടറിയായി അദ്ദേഹം വന്നപ്പോഴാണ് നേരിയ തോതിലെങ്കിലും പത്രവാർത്തകൾ അദ്ദേഹം വന്നത്.
അതിനുശേഷം അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി 15 വർഷം ഗുജറാത്ത് ഭരിച്ചു. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം ഒരു ചായക്കച്ചവടക്കാരൻ്റെ പശ്ചാത്തലമാണ് എന്ന് മോദി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയായി ഗുജറാത്തിൽ അവരോധിതനായ മോദി, 15 വർഷം അവിടെ ഇരുന്ന മോദി എന്ത് ത്യാഗോജ്വലമായ ഭൂതകാലമാണ് പരിത്യജിച്ചത്. പരിത്യജിക്കാൻ എന്തെങ്കിലുമുള്ളൊരു ഭൂതകാലം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. വളരെ കോടീശ്വരന്മാരായ ആളുകൾ ഭൂതകാലം പരിത്യജിച്ച് രാഷ്ട്രീയത്തിലേക്ക് വന്ന സജീവമായ മാതൃകകൾ ഇന്ത്യയിൽ ധാരാളം ഉള്ളപ്പോഴാണ് ഈ മനുഷ്യൻ പ്രഖ്യാപിക്കുന്നത് മഹാത്യാഗമാണ് താൻ നടത്തിയത് എന്ന്. മഹാത്യാഗം നടത്താൻ ത്യജിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്ന ആളാണ് മോദി എന്ന് തെളിയിക്കപ്പെടാത്തതുകൊണ്ട് അദ്ദേഹം രാജ്യത്തിൽ നിന്ന് പല പദവികളും പിടിച്ചെടുക്കുകയാണ് ചെയ്തത് എന്ന് വേണം കരുതാൻ. ലഭിച്ച ഓരോ പദവിയെയും ചവിട്ടുപടിയാക്കി കൂടുതൽ മികച്ച പദവികളിലേക്ക് സഞ്ചരിക്കാനുള്ള ബുദ്ധിവൈഭവം കാണിച്ചിട്ടുണ്ട്. ആരുടെ പിന്തുണ സ്വീകരിച്ചാലും അത് കോർപ്പറേറ്റുകളുടേതായാലും കുഴപ്പമൊന്നുമില്ല. അതാണ് നരേന്ദ്രമോദി. അങ്ങനെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ആ ചവിട്ടുപടി ഉപയോഗിച്ച് കോർപ്പറേറ്റുകളുടെ സഹായത്തോടെ, അവരുടെ പണത്തിൻ്റെ സഹായത്തോടെ, അവർ കനിഞ്ഞു നൽകിയ ഹെലികോപ്റ്ററിൻ്റെ സഹായത്തോടെ, അവർ നൽകിയ റോഡ് ഷോയുടെ വാഹനങ്ങളുടെ സഹായത്തോടെ, അവരുയർത്തിയ ഫ്ലെക്സുകളുടെ പിന്തുണയോടെ അദ്ദേഹം പ്രധാനമന്ത്രിയായി തീർന്നു. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഓരോന്ന് നേടുന്നയാൾ എന്ത് ത്യാഗം ചെയ്തു എന്നാണ് പറയുന്നത്. എങ്കിലും അദ്ദേഹം പറയുന്നത് ത്യാഗം ചെയ്തു എന്ന് തന്നെയാണ്. അങ്ങനെ ത്യാഗങ്ങൾ അടിക്കടി ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയെ സേവിക്കുന്നത് എന്ന് പറയുന്ന അതേ മനുഷ്യൻ തന്നെ ഒരു ചായക്കച്ചവടക്കാരൻ പ്രധാനമന്ത്രിയാകുമ്പോൾ എന്താണ് കോൺഗ്രസ്സുകാർക്ക് ഇത്ര ബുദ്ധിമുട്ട് എന്ന് ചോദിക്കാനും മറന്നില്ല. ഒരു ചായക്കച്ചവടക്കാരിൽ നിന്ന് പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർന്ന, അദ്ദേഹം പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ ഉയർന്ന ഒരാൾ എന്ത് ത്യാഗത്തിൻ്റെ കഥയാണ് അദ്ദേഹത്തിന് പറയാൻ കഴിയുക. ഏതായാലും ടെലിവിഷനിൽ സംസാരിക്കുന്ന മോദി പാർലമെൻറ്റിൽ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി ചോദിച്ചിരിക്കുന്നു. ആ ചോദ്യവും കൗതുകകരമാണ്. കാണുക, ടെലിവിഷൻ ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ സംസാരിക്കാത്തതിനെ ചോദ്യം ചെയ്ത് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുന്നു. നോട്ട് പിൻവലിച്ച വിഷയത്തിൽ എന്തുകൊണ്ടാണ് പാർലമെൻറ്റിൽ പ്രസ്താവന നടത്താൻ മോദി ധൈര്യം കാണിക്കാത്തത്? ഒളിവിൽ നിന്നുകൊണ്ട് എന്തിന് പാർലമെൻറ്റിൽ ടെലിവിഷനിലൂടെ അദ്ദേഹം ആളുകളെ അഭിസംബോധന ചെയ്യണം എന്നുകൂടി ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇന്ന് സിറാജ് തരുന്ന മറ്റൊരു വാർത്ത നോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട വാർത്ത, പുതിയൊരു സമരമുഖത്തിൻ്റെ വാർത്തയാണ്. സംയുക്ത സമരസമിതി മാർച്ച് ഇന്നാണ് നടക്കുന്നത്. സഹകരണ ബാങ്ക് പ്രതിസന്ധിയുമായി ബന്ധിപ്പിച്ച് ഇടതുപക്ഷവും വലതുപക്ഷവും അങ്ങനെ പക്ഷഭേദമന്യേ എല്ലാവരും ചേർന്ന് സംയുക്ത സമരസമിതി മാർച്ച് ഇന്ന് നടക്കുന്നു. മാർച്ച് നടത്തുന്നത് റിസർവ് ബാങ്കിലേക്കാണ്. ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് നോട്ട് മാറാനുള്ള അവസരം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ തലസ്ഥാനത്തെ റിസർവ് ബാങ്ക് ആസ്ഥാനത്തേക്ക് ഇന്ന് മാർച്ച് നടത്തും. 6000-ഓളം വരുന്ന ജില്ലാ സഹകരണ ജീവനക്കാർ പ്രതിഷേധത്തിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞാൽ ആ പ്രതിഷേധത്തിൽ എല്ലാ വിഭാഗവും കൊടിയടയാളങ്ങളുടെ വ്യത്യാസങ്ങളില്ലാതെ, രാഷ്ട്രീയ വിശ്വാസങ്ങളുടെ വ്യത്യാസങ്ങളില്ലാതെ പങ്കെടുക്കും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. അങ്ങനെ പ്രക്ഷോഭത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക്, തെരുവിലെ പ്രക്ഷോഭത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. മോദി ജനങ്ങളുടെ പിന്തുണ തേടുന്നു. തൻ്റെ പുതിയ സമീപനത്തിനും നയത്തിനും പിന്തുണ തേടിക്കൊണ്ട് അദ്ദേഹം ഒരു പ്രത്യേക നരേന്ദ്രമോദി ആപ്പ് എന്നതിലൂടെ അദ്ദേഹം ഒരു പിന്തുണ നേരിട്ട് ജനങ്ങളുടെ പിന്തുണ നേടുന്നു. അദ്ദേഹം 10 ചോദ്യങ്ങൾ ജനങ്ങളോട് ചോദിച്ചിരിക്കുന്നു. തന്നെ പിന്തുണയ്ക്കുന്നുണ്ടോ ജനങ്ങളില്ലയോ എന്നറിയാൻ പ്രധാനമന്ത്രി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. ഒരു ജനാധിപത്യ ക്രമത്തിൽ ഒരു പ്രധാനമന്ത്രിക്ക്, പ്രത്യേകിച്ചും പ്രസിഡൻഷ്യൽ രീതിയിൽ, അമേരിക്കൻ രീതിയിലൊന്നും അല്ലാതെ ഭരണം നടക്കുന്ന ഒരു സ്ഥലത്ത്, ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ MP-മാർ തിരഞ്ഞെടുത്ത ഒരു പ്രധാനമന്ത്രിക്ക് ഈ നിലയ്ക്ക് നേരിട്ട് ജനങ്ങളോട് സംസാരിച്ച് താൻ ജനപ്രതിനിധിയാണ് എന്ന് അവകാശപ്പെടുന്നത് മാന്യമാണോ? അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്, അതിൻ്റെ രീതികൾക്ക് നിരക്കുന്നതാണോ തുടങ്ങിയ ചോദ്യങ്ങൾ സത്യത്തിൽ നരേന്ദ്രമോദിയുടെ ഈ സമീപനത്തിൽ പാർലമെൻറ്റിനെ അദ്ദേഹം പരിഗണനയ്ക്ക് എടുക്കില്ല, സ്വന്തം പാർട്ടിയെ പരിഗണനയ്ക്ക് എടുക്കില്ല. അദ്ദേഹത്തെ മാത്രമേ പരിഗണിക്കൂ.
അദ്ദേഹമാകട്ടെ നേരെ ഫേസ്ബുക്കിൽ, ട്വിറ്ററിൽ അതുപോലെ നേരിട്ട് ജനങ്ങളുമായി സംവദിച്ച് പിന്തുണ ഉണ്ടാക്കുന്ന രീതി സ്വീകരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു കീഴ്വഴക്കമുണ്ട്, മഹത്തായ കീഴ്വഴക്കം. അതുമായി ബന്ധിപ്പിക്കുമ്പോൾ ആശാസ്യമായ ഒരു സമീപനമാണോ? ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും മോദിയുടെ ഈ ദൃശ്യ സമീപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ. ഏതായാലും മോദി പിന്തുണ തേടുന്ന വാർത്താ പത്രലോകം നമുക്ക് തന്നിരിക്കുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. സദാനന്ദ ഗൗഡ ചെക്ക് നൽകി സഹോദരൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങി. മംഗലാപുരത്ത് നിന്ന് ആ വാർത്ത ജന്മം റിപ്പോർട്ട് ചെയ്യുന്നു. പഴയ നോട്ട് വാങ്ങിയില്ല. കേന്ദ്രമന്ത്രി സദാനന്ദ ഗൗഡയുടെ ഇളയ സഹോദരൻ്റെ മൃതദേഹം വിട്ടുകിട്ടാൻ സ്വകാര്യ ആശുപത്രിക്ക് ചെക്ക് നൽകി തടി കഴിച്ചിലാക്കേണ്ട ഗതികേട് കേന്ദ്രമന്ത്രിക്ക് തന്നെ സംഭവിച്ചു. അല്ലാതെ നരേന്ദ്രമോദി പറഞ്ഞ പ്രകാരം 500ഉം 1000ഉം ഒന്നും എടുക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല. MM മണി സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയായ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങൾ മംഗളം തരുന്നത് കാണുക. സഗൗരവം സത്യപ്രതിജ്ഞ, MM മണി മന്ത്രിയായി. EP ജയരാജനും അച്യുതാനന്ദനും ആ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MM മണി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ നടന്ന ലളിതമായ ചടങ്ങിൽ ഗവർണർ ജസ്റ്റിസ് P സദാശിവം സത്യവാചകം ചൊല്ലിക്കൊടുത്ത വാർത്ത മംഗളം പ്രധാനപ്പെട്ട വാർത്തയായി 1-ാം പേജിൽ തന്നെ തന്നിരിക്കുന്നു. ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന പേര് മാറ്റി ശബരിമല അയ്യപ്പസ്വാമി ക്ഷേത്രം എന്നും മാറ്റി ദേവസ്വം ബോർഡ്. ആരോടും ആലോചിച്ചില്ല. അങ്ങനെ മാറ്റാനുള്ള അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിച്ചു പറയാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ കഴിയുന്നില്ല. എന്നാൽ ധർമ്മശാസ്ത്ര എന്ന് മാറ്റി അയ്യപ്പനാക്കിയാൽ എന്താണ് വ്യത്യാസം? ധർമ്മശാസ്താവിന് വീടും കൂടും ഉള്ള ഗൃഹസ്ഥാശ്രമിയാണ് എന്നാണ് സങ്കല്പം. എന്നാൽ വനവാസിയായ അയ്യപ്പസ്വാമി ഉണ്ടല്ലോ, തികഞ്ഞ ബ്രഹ്മചാരിയാണ്. സുപ്രീം കോടതിയിൽ കേസ് നിൽക്കുന്നുണ്ട്, പെണ്ണുങ്ങൾ കയറണോ വേണ്ടയോ. ബ്രഹ്മചാരിയാണെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ആ കേസിൽ ജയിക്കാം. അതിനുവേണ്ടി പേരുമാറ്റി. ശബരിമല പേരുമാറ്റം വിവാദമാകുന്നു. വാർത്ത കേരളകൗമുദി കാലികംപുറത്ത്. ബോർഡിനോട് വിശദീകരണം ചോദിക്കും എന്ന് മന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് വാർത്തയായി വന്നിരിക്കുന്നത്. ഇന്ന് 3 മരണങ്ങൾ, 2 അതിപ്രധാനപ്പെട്ട മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ദീപിക 1-ാം പുറത്ത് വാർത്ത തരുന്നു. ബാലമുരളി കൃഷ്ണയുടെ മരണം. ബാലമുരളീരവം നിലച്ചു എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത ആദ്യ വാർത്തയായി ദീപിക തരുന്നത്. സൗന്ദര്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർണാടക സംഗീതത്തിൽ സ്വതസിദ്ധമായ ആലാപന ശൈലി രൂപപ്പെടുത്തിയ സംഗീത പ്രതിഭ ഡോക്ടർ മംഗലംപള്ളി ബാലമുരളി കൃഷ്ണ 86 വയസ്സ്. അന്തരിച്ച വാർത്ത അവർ തരുന്നു. പ്രൊഫസർ MGK മേനോൻ അന്തരിച്ചു. മുൻ കേന്ദ്രമന്ത്രിയും പ്രമുഖ ഭൗതിക ശാസ്ത്രജ്ഞനുമായ പ്രൊഫസർ MGK മേനോൻ 88 വയസ്സ് അന്തരിച്ചു. VP സിംഗ് മന്ത്രിസഭയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. മലയാളി കൂടിയായ MGK മേനോൻ. കാഞ്ഞിരപ്പള്ളി മുൻ ബിഷപ്പ് മാർ മാത്യു വട്ടക്കുഴി അന്തരിച്ച വാർത്തയും ദീപിക 1-ാം പേജിൽ ഇന്ന് തന്നിരിക്കുന്നു. കാശ്മീർ ശാന്തമാകുന്നില്ല, വെടിയൊച്ച അവിടെ അവസാനിക്കുന്നില്ല. 3 സൈനികർ വെടിയേറ്റ് മരിച്ചു. മാധ്യമം 1-ാം പേജിൽ ആ വാർത്ത തരുന്നു. കാശ്മീരിലെ കുപ്വാര ജില്ലയിൽ മച്ചിൽ മേഖലയിൽ പാക് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 3 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ട വാർത്താ മാധ്യമം 1-ാം പുറം വാർത്തയായി തന്നിരിക്കുന്നു. ഇനി ഇന്നത്തെ ചിത്രം. നോട്ട് വിവാദത്തിൽ കേരളം വലിയ പ്രക്ഷോഭ സമാനമായ അന്തരീക്ഷത്തിലേക്കാണ് നീങ്ങുന്നത്. ഇന്നലെ നിയമസഭാ സമ്മേളനമുണ്ടായിരുന്നു. ഒപ്പം തന്നെ പാർലമെൻറ്റിലും മലയാളിയുടെ പ്രതിഷേധം അലയടിച്ചു. നോട്ട് വിവാദത്തിൽ കേരള പ്രതിഷേധം ഇന്നലെ പാർലമെൻറ്റിലുണ്ടായി. ഈ ചിത്രം കാണുക. ഇത് പാർലമെൻറ്റിന് പുറത്തുള്ള ഗാന്ധി പ്രതിമ. ഇന്നലെ ഇതിനു മുന്നിൽ മലയാളി MP-മാരുടെ പ്രതിഷേധം നടന്ന ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ഹിന്ദു അതിൻ്റെ ഉൾപ്പേരിൽ ആ ചിത്രം തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കണം. നൈസ് ഡേ, ഗുഡ് ബൈ.